ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് ക്രിസ്മസിന് ഉണ്ടാക്കിയ ഒരു വൈനിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അതിനായി നമ്മൾ നല്ല പുളിയുള്ള കറുത്ത മുന്തിരിങ്ങ, സീഡുള്ള മുന്തിരിങ്ങയാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ മുന്തിരിങ്ങ എല്ലാം അടർത്തി മാറ്റി അത് ഉപ്പിട്ട് നല്ല വെള്ളത്തിൽ നമ്മൾ നന്നായി കഴുകിയെടുക്കണം. നമ്മളിവിടെ അങ്ങനെ 2 പ്രാവശ്യമാണ് കഴുകുന്നത്. 2 വെള്ളത്തിലായിട്ട് 2 പ്രാവശ്യം മാറ്റി മാറ്റി കഴുകുന്നു. നെക്സ്റ്റ് നമ്മൾ ആ മുന്തിരിങ്ങ ഈ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ തോരാനായി വെക്കുന്നു. നമ്മൾക്കിങ്ങനെ മുന്തിരി ഉടയ്ക്കുന്നത് ഒന്നല്ലെങ്കിൽ നമുക്ക് കൈവച്ച് ഉടയ്ക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടും നന്നായി ഉടച്ചെടുക്കാം. ഞാനിവിടെ കഴുകി ഉണക്കി അല്പം പോലും ഈർപ്പമില്ലാത്ത ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വൈൻ ഇടുന്നതിനായി. വൈൻ ഉണ്ടാക്കാനായി നമുക്ക് ബേസിക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗറാണ്, പിന്നെ നമ്മൾ ഗ്രേപ്സാണ് വേണ്ടത്, പിന്നെ അതേപോലെ നമ്മൾ കുറച്ച് സ്പൈസസ് ഇടുന്നുണ്ട്. ഈ സിനമൺ, കാഡമം, ക്ലോവ്സ് ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ പിന്നെ നമുക്ക് നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് വേണ്ടത്. സോ നമ്മൾ ലെയറായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. ഫസ്റ്റ് നമ്മൾ പഞ്ചസാര ഒരു ലെയർ ഇടുന്നു, പിന്നെ അതിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ച മുന്തിരിങ്ങ ഇടുന്നു, പിന്നെ അതിനുശേഷം വീണ്ടും പഞ്ചസാര ഇടുന്നു, വീണ്ടും മുന്തിരിങ്ങ ഇടുന്നു, പിന്നെ മേലെയായി സ്പൈസസ് ഇടുന്നു. പിന്നെ നമുക്ക് ഈസ്റ്റ് ഇടേണ്ടതുണ്ട്, ഫെർമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈസ്റ്റ് ഇടേണ്ടതുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു വൈൻ്റെ ബേസിക് പ്രൊസീജിയർ വരുന്നത്. നമ്മളിവിടെ ഏകദേശം ഒരു 4 കാഡമം, പിന്നെ അതേപോലെ ഒരു 4 സിനമൺ സ്റ്റിക്ക്, പിന്നെ ഒരു 4 ക്ലോവ്സ്, അത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ടോപ്പ് ലെയറിലായിട്ട് നമ്മൾ ഈസ്റ്റ് ഇടുന്നു. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇടുന്നത്. അത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്ന പാകത്തിനുള്ള ഒരു കൈ നിറയെ ഈസ്റ്റാണ് ഇടുന്നത്. പിന്നെ അതിന് ശേഷം ഏറ്റവും മുകളിലായി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നു, ഒരു ഈർപ്പമില്ലാത്ത തവി വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ അടച്ച് വയ്ക്കുന്നു. ഇത് ഏകദേശം ഒരു 10 ദിവസം ഇതേപോലെ തന്നെ ക്ലോസ്ഡ് കണ്ടീഷനിലിരിക്കണം. എല്ലാ ദിവസവും സെയിം ടൈമിൽ തന്നെ ഇത് ഓപ്പൺ ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതും നമ്മൾ ഈർപ്പമില്ലാത്ത ഒരു തവിയോ സ്പൂണോ വെച്ചിട്ട് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ വൈൻ്റെ അവസ്ഥ. സോ എല്ലാം നല്ല ഫെർമെൻ്റായി നല്ല പൊങ്ങി വന്നിരുന്നു. നമുക്കത് ജാറ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫെർമെൻറ്റേഷൻ്റെ സ്മെല്ല് കിട്ടും. അങ്ങനെ നമ്മുടെ 10 ദിവസം കൊണ്ടുള്ള ഈസി ഹോം മെയ്ഡ് വൈൻ റെഡിയാണ്.